ആ കാലം നുടറിയാൽ, കൈയൊന്ന് പതറിയാൽ മരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് യാത്രയാകുമെന്നറിയാവുന്ന സമയത്താണ് സ്വന്തം പ്രിയതമൻ്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങിക്കേട്ടത്. പക്ഷേ തൻ്റെ തൊണ്ടയിടറിയ നിലവിളി കേൾക്കാൻ കഴിയാതെ ഭർത്താവ് തിരികെ പോയതായി തോന്നിയപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തിയ എലിസബത്തിനും പിന്നീടെന്ത് സംഭവിച്ചു? ഒരു രാത്രി 2 പകലുകൾ പ്രാർത്ഥനയുടെ ലോകത്തായിരുന്നു എലിസബത്ത്. തീർച്ചയായിട്ടും. എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത്? ഞാൻ പന്നിയെ കണ്ട് പേടിച്ച് ആ കിണറ്റിൻ്റെ തിട്ടേ കയറിയതാ. കയറി വീണ്ടും അടുത്ത പന്നിയെ കണ്ടപ്പോൾ വീണ്ടും പേടിച്ചു പുറകോട്ട് കാല് വലിച്ച് അങ്ങനെ കണ്ടിട്ടകപ്പെട്ടു പോയതാ. 4:30 ആയപ്പോഴാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. പോയി അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഇതിനെ കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്നുപോയി. ഇച്ചിരി നേരം നിന്നപ്പോഴും ഇത് പോകാഞ്ഞപ്പം പിന്നെ പേടിയായപ്പോഴാണ് മുകളിലോട്ട് ഇങ്ങനെ കാലെടുത്ത് വെച്ച് കയറി അന്നേരം അവിടെ നിൽക്കുമ്പോഴും പന്നി അവിടെ നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം മറ്റേതിനെ കൂടെ കണ്ടപ്പോഴത്തേനും പേടിച്ചു പോയി. അങ്ങനെ കാല് പുറകോട്ട് വെച്ചപ്പോഴാണ് താഴോട്ട് പോയിട്ട് വെള്ളത്തിൽ വീണു പൊങ്ങി വന്ന് ഞാനൊരു ഒരു തിട്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിന്നു. പിന്നെ കാല് നോക്കിയപ്പോൾ കാലെവിടെയെങ്കിലും കയറ്റി വെക്കാമോന്ന് ഇങ്ങനെ കാലിട്ട് അനക്കുന്നുണ്ട്. അപ്പം എവിടാന്ന് നമുക്കറിയത്തില്ല. ഒരു വാരത്തിലോട്ടം കയറിപ്പോയി കാല്. അന്നേരം അതൊരു സേഫായിട്ട് തോന്നിയത് കൊണ്ട് ആ കാല് പിന്നെ വലിച്ചെടുക്കാൻ പോയില്ല. അവിടെ തന്നെ കാല് വെച്ച് ഇങ്ങനെ നിന്നിട്ട് കിടന്ന് വിളിച്ചു പോകുമ്പം ശബ്ദം പുറത്തോട്ട് കേൾക്കുന്നില്ല. അവിടെ കിടന്ന് വിളിച്ചു, നല്ല ആഴമുണ്ട്. അവിടെ കിടന്ന് വിളിച്ചു പോവാ. പിന്നെ സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. രാത്രിയായപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ തിരക്കി നടക്കുന്നത്, ലൈറ്റ് അടിക്കുന്നതൊക്കെ എനിക്ക് കാണാം. പക്ഷെ ഞാൻ അവിടെ കിടന്ന് വിളിച്ചിട്ടൊന്നും ശബ്ദം പുറത്ത് വരുന്നില്ല. പക്ഷെ ശബ്ദം പുറത്തോട്ട് വരാത്തത് കൊണ്ട് ഇവരത് ശ്രദ്ധിക്കുന്നതുമില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ പിന്നെയും ഈ ജനലിൻ്റെ ഇതുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരും ശ്രദ്ധിക്കുന്നില്ല, വരുന്നവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് പറ്റിപ്പോയി. പിന്നെ നേരം വെളുത്തപ്പോഴും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ദാഹവും വിശപ്പും ഒക്കെ വന്നു. പിന്നെ നിവൃത്തിയിലാവുന്നപ്പോൾ ആ വെള്ളം തന്നെ കോരി കുടിച്ചു. പിന്നെയും കുറേ നേരം ഇങ്ങനെ കിടക്കുന്നു. പിന്നെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് അനക്കി ശബ്ദമൊക്കെ ഉണ്ടാകുന്നു. ശബ്ദം പുറത്തോട്ടും വിളിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ആരെങ്കിലും തിരക്കി വരുമെന്നുള്ള നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ ഈ വെളിയിൽ ആൾക്കാർ സംസാരിക്കുന്നത് നമുക്കകത്ത് കേൾക്കാം. അപ്പം ഈ ആൾക്കാരുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് പുറത്തിങ്ങനെ ആരൊക്കെയോ ഒത്തിരി പേരുടെ സംസാരം കേട്ടു. ഞാൻ വാർഡ് മെമ്പറുടെയൊക്കെ ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു വൈസ് പ്രസിഡന്റിൻ്റെയൊക്കെ ശബ്ദം കേട്ടപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവർ രക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര മാക്സിമം ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പോവുക. അപ്പോഴാണ് ഇവരൊരു ഞരക്കം കേൾക്കുന്നെന്ന് പറയുന്നു. അപ്പോൾ ആ ഞരക്കം കേട്ടപ്പോഴെങ്ങാണ്ടായി ഇവർ അകത്തോട്ട് നോക്കിയപ്പം ഇവർ പറയുന്നത് അകത്തോട്ട് നോക്കിയപ്പം ഇങ്ങനെ ഒരു ദ്വാരം പോലെ കണ്ട് അതുവഴി അവർ നോക്കിയപ്പോഴാണ് എന്തോ കിണറ്റിലൊന്ന് കിടക്കുന്നതായിട്ട് കാണും. അപ്പോൾ കിടന്ന് വിളിച്ചു പോകുന്നത്. അപ്പം ഞാൻ ഇവരോട് മേളിലോട്ട് വെള്ളം ആവശ്യപ്പെടുന്നുണ്ട്. വെള്ളം എന്ന് പറഞ്ഞപ്പോൾ അവർ 15 മിനിറ്റ് കേൾക്കാം. വെള്ളം എന്ന് പറയും. ഇവർ വെള്ളം എന്നൊന്നും അല്ല കേൾക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇവർ 15 മിനിറ്റ് പറയുന്നത് എനിക്ക് കേൾക്കാം. 15 മിനിറ്റ് എനിക്ക് തോന്നുന്നു ഇവരിനെയും ഫയർഫോഴ്സിനെ രക്ഷിക്കാൻ 15 മിനിറ്റ് വിളിച്ചതാണോ വെള്ളം തരാൻ 15 മിനിറ്റ് വിളിച്ചതാണോ നമുക്കറിയത്തില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ. അടൂർ ഫയർഫോഴ്സ് വന്നു എന്ന് വെച്ചാൽ അവർ സത്യം പറയാൻ അവർ നല്ലതെന്ന് വെച്ചാൽ അവർ വന്ന് ഉടനെ വലയിടുകയോ ഒന്നുമല്ല അവർ ചെയ്തത്. അവർ ഉടനെ ഇറങ്ങി വരുവായത്. 2 പോലീസുകാർ ഇറങ്ങി വന്നിട്ട് എന്നെ അന്നേരമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കൈ ഒന്ന് സ്വതന്ത്രമാവുന്നത്. ഞാൻ അന്നേരം അവരോട് ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ ദേഹത്ത് ഞാൻ പിടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ ദേഹത്ത് കൈ വെച്ചു. അപ്പം തണുത്തിരിക്കുവാന്നും പറഞ്ഞ് ഇവരെൻ്റെ കൈ തിരുമ്മി തന്ന് ചൂട് പിടിപ്പിച്ചതിന് ശേഷമാണ് അവരെന്നെ വലയിറക്കി മേളിൽ കയറ്റുന്നിടം വരെ ഇവർ എന്നോട് സംസാരിച്ചുകൊണ്ട് അവരിങ്ങനെ മേളിൽ കയറി പോന്നു. എന്നെ ഇങ്ങനെ വലിക്കുന്നു. അപ്പോൾ അവരെന്നോട് സംസാരിച്ചുകൊണ്ട് അന്നേരം അവർ പറയുന്നുണ്ട് സംസാരിച്ചോ മേളിൽ കയറുമ്പോൾ വെള്ളം തരാമെന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ അവർക്കോട്ട് തിരിച്ച് മറുപടിയും പറയുന്നുണ്ട്. കാല് മുട്ടുന്നുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കണോ. ഈ വലിക്കുന്ന സമയത്ത് ആയുന്ന സമയത്ത് കാല് മുട്ടുന്നുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് നമ്മളോട്. മേളിൽ കയറി വന്ന് പിന്നെ ചായ തന്നാരോ
ആരോ അല്ല, ഞങ്ങളുടെ മെമ്പറാ ചായ തന്ന്. ആ ചായ കുടിച്ചെന്ന് എനിക്കറിയാം. പിന്നെ ബോധം പോയി. നല്ലതായിട്ട് പേടി തോന്നിയെന്ന് വെച്ചാൽ ഇരുട്ട് കൂടുന്നു, വീട്ടുകാരെന്ത് വിചാരിക്കും, എന്നെ തിരക്കി നടക്കുമായിരിക്കും എന്നൊക്കെയുള്ള പല ചിന്തകൾ വന്നു. പക്ഷെ പെട്ടെന്ന് അതൊക്കെ അങ്ങ് മറയുവാന്ന് വെച്ചാൽ അത് എല്ലാം അങ്ങ് ബ്ലാങ്കായി വരുവാന്ന്. എന്തോ ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എന്തോ മരണമായിട്ട് മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടുമേ അങ്ങനെ പ്രതീക്ഷിച്ചില്ല ജീവനോടെ തിരിച്ച് കയറി വരാൻ പറ്റും. എന്നാലും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ, ദൈവം എന്നെ കൈവിടത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ആ കൈ അവിടെ കിണറ്റില് ചേർത്ത് പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് എന്തും പറ്റുമായിരുന്നല്ലോ. ദൈവത്തിന് വേണമെങ്കിൽ ഒരു കൊതു അന്നേരം നല്ലൊരു കൊതു കുത്തിയാൽ ഞാൻ കൈവിടത്തില്ലയോ? 22 മണിക്കൂറും വെള്ളത്തിന്റെ കഴുത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ദാഹിച്ചപ്പോ വെള്ളം കോരി കുടിച്ച്. ആ വെള്ളം കോരി കുടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതം. എന്ന് വെച്ചാൽ വീണപ്പോഴേ ആ വെള്ളം കലങ്ങി ഭയങ്കര വാടയാ. അന്നേരം തന്നെ അങ്ങ് വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ നമുക്ക് കാണാം ഇതിനകത്ത് ഇതൊക്കെ കിടക്കുന്നത് കാണാം, അങ്ങും ഇങ്ങുമൊക്കെ ഓരോന്ന് ഇരിക്കുന്നു ഒക്കെ കാണാം. പക്ഷെ കുടിക്കേണ്ട ആ സാഹചര്യം വന്നാൽ നമ്മൾ കുടിച്ചു പോകുമല്ലോ. അത്രയ്ക്ക് വെയിലായപ്പോഴത്തേനും നല്ല വെയിൽ താഴോട്ടിറങ്ങുന്നുണ്ട്. ഈ സുഷിരത്തിൽ കൂടെ നല്ല വെയിൽ വരുന്നുണ്ട്. താഴെ വരുന്നുണ്ട്. മുഖത്ത് തന്നെ വെയിലടിക്കുന്നത്. അപ്പം നമുക്ക് ക്ഷീണമൊക്കെ തോന്നി. താഴോട്ട് പോയപ്പോൾ അയ്യോന്ന് പറഞ്ഞാൽ പോകുന്നത്, നിലവിളിച്ചോണ്ടാ പോകുന്നത് താഴോട്ട്. അപ്പോഴേ ഇത് കിണറ്റിലോട്ടല്ലോ ഞാൻ പോകുന്നേ എന്ന്. അപ്പം ഇതിൽ നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിൻ്റെ അടിയിൽ ചെന്നപ്പം ഞാൻ വിചാരിച്ചു, ഓഹോ എല്ലാം തീർന്നു. അപ്പോഴേക്കാണ് ഈ പിടുത്തം കിട്ടിയത്. മേളിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മുങ്ങിയിട്ടാണ് മുകളിലോട്ട് വന്നത്. ഉയർന്നു വന്നതാ. പിന്നെ നമുക്ക് ഈ ഉച്ചയ്ക്ക് ആയപ്പോൾ എൻ്റെ വിചാരം, ദൈവം ഇങ്ങനെ ഇതിനകത്ത് വീണ്ടും വീണു പോയാൽ പിന്നെ മനുഷ്യൻ പറയും ഞാൻ എടുത്തിയാടിയാന്ന് പറയും, അല്ലെ തല്ലിക്കൊന്നിട്ടാന്ന് പറയും, ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ തല്ലിക്കൊന്നിട്ടാന്നൊക്കെ ചിന്തിക്കത്തില്ലയോ ദൈവമേ. അതിനൊന്നും എന്നെ മറ്റുള്ളവരുടെ മുമ്പില് എന്നെ ഒരു നിന്ദയായിട്ട് കാണാൻ ഇടയാക്കല്ലേ ദൈവമേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. മനസ്സിൽ കണ്ടു. അയ്യോ എന്നുവെച്ചാൽ എന്നെ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നത് പുള്ളി എന്തെങ്കിലും ചെയ്ത് എടുത്തിട്ടാന്നല്ല പറയത്തുള്ളൂ. അന്ന് ബാബുച്ചാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. സമയം 7 മണിയോളമായി. ഭാര്യയെ കാണുന്നില്ല. ഫ്രണ്ടിലെ കഥ തുറന്നിട്ടപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പം പശു വെളിയിൽ നിൽക്കുന്നു. അപ്പോൾ ചില ദിവസമൊക്കെ അതിൽ ഉണക്കായതുകൊണ്ട് താമസിച്ചൊക്കെ അയച്ചു കെട്ടത്തുള്ളൂ. ചിലപ്പോൾ വൈകിട്ട് ഞാൻ വരും, ചിലപ്പോൾ അപ്പുറം അങ്ങ് ബസ് വല്ലതായിരിക്കും. ചിലപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും, റോസയെന്ന് പറഞ്ഞ് വിളിച്ച് ചെന്ന് ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ടും കയറി പോകും. ഞാൻ 2 പേരെല്ലാം ഉള്ള പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചായ ഇടുമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോയി നോക്കുന്നു, അവിടെ ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ ഞാൻ അപ്പുറം വല്ലതും പോയായിരിക്കും, കഴിയുമ്പോൾ വരുമെന്ന് വിചാരിച്ചു. നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇരുന്നു. സമയത്തിന് പിന്നെ ഞാൻ ആരുടെയും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. രാത്രി ആയില്ലോ, എന്നാലും ചിലപ്പോൾ ഇവിടെ എല്ലാം കാണും, ഇല്ലെങ്കിൽ വരുമെന്നുള്ള പ്രതീക്ഷയായിപ്പോയി. രാത്രി 9 10 കാണുന്നില്ല. പിന്നെ ആകെപ്പാടെ വിഷമമായി. ഞാൻ സിറ്റെടുത്ത് തന്നെ കുത്തിയിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ഞാൻ വെച്ചാൽ എന്തായാലും ഇത്രയായി. ഞാൻ ഫോൺ വിളിക്കുന്നുണ്ട്, ഫോണും എടുക്കുന്നില്ല. പിന്നെ എന്തായാലും നേരം വിളിക്കട്ടെ, എന്തായാലും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ രാത്രി ഇവിടെ എല്ലാം വന്ന് ലൈറ്റ് അടിച്ചു. ഇതിനകത്ത് ഇവിടെ എല്ലാം നോക്കി. ഇവിടെ ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴും താപ്പോട്ട് നമുക്കൊരു പ്രതീക്ഷ വരുന്നില്ല. ഇതിങ്ങനെ മേളിയിരിക്കുന്നു. പിന്നെ വീണ്ടും പോയി അവിടെ ഇരിക്കും. പിന്നെ വെളുപ്പിനെ ഞാൻ എല്ലായിടും ഒന്ന് ഇറങ്ങി നോക്കി. എല്ലാം നോക്കി ഒരനക്കവും കേൾക്കുന്നു, അറിയുന്നില്ല. പിന്നെ വെളുപ്പിനെ കാലത്ത് രാത്രി ആരെ അറിയിപ്പിച്ചില്ലേ? ഞാൻ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇത് പറ്റിയെന്ന് പറഞ്ഞാൽ രാത്രി എല്ലിന് നമ്മൾ കളഞ്ഞ് പറഞ്ഞ് എന്താണെന്ന് എല്ലാം മാനസികമായിട്ട് അങ്ങ് തകർന്നു. അപ്പോൾ വല്ലവരുടെയും പറഞ്ഞാൽ വിചാരിക്കും നമ്മളോട് രാത്രി വഴക്കായി ഇറങ്ങിപ്പോയി എന്ന് വല്ലതും വിചാരിക്കും. അതിനെന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മൾ എങ്ങനെ നേരം വിളക്കട്ടെന്ന് വിചാരിച്ചു. നേരം വിളത്ത് മോളെയും വിളിച്ചു, എൻ്റെ മെമ്പറേയും വിളിച്ചു, എൻ്റെ ആങ്ങളെ വിളിച്ചു, അളിയനെ വിളിച്ചു. മോള് ബോംബെയിലല്ലേ. അപ്പോൾ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ കുഞ്ഞും വിഷമിക്കുമല്ലോ. അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 9 മണിയൊക്കെ ആവും. പിന്നെ ഞങ്ങൾ നേരെ പോയി പരാതിപ്പെട്ട് കഴിഞ്ഞ് മെമ്പറും മറ്റുള്ളവരും. അപ്പോൾ എന്നെ പറഞ്ഞ് എനിക്കാദ്യം വാസ്തുവിച്ച് അന്നേരം ഒന്നും പറയാനും ഒക്കുന്നില്ല, അന്നേരം ഒന്നും കിട്ടുന്നില്ല. വീട്ടിലോട്ട് വന്ന് ഒരു കാര്യം അവർ പറഞ്ഞു, അച്ഛൻ വീട്ടിലോട്ട് കയറാം. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞാൻ കേൾക്കാതെ പോലീസുകാർ പറഞ്ഞു കാലത്ത് കിണറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അവിടെ കേട്ടപ്പോൾ ഒത്തിരി എനിക്ക് വെപ്രാളം. അതിനകത്തൊക്കെ നോക്കിയതിന് ശേഷം അവർ ഒന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അന്നേരം നോക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മെമ്പറാണ് പറയുന്നത്, മുരുക ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന്.
അങ്ങനെ അവർ വന്ന് നോക്കുമ്പോഴേ അത് എത്ര ദൂരം കാണുമ്പോൾ ഈ ഇവിടെ ഇവിടെ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നില്ല. അവരെന്നോട് വെച്ചാൽ അങ്ങോട്ട് കയറി പോകുന്നു പറഞ്ഞു. അവരിവിടെ എല്ലാം നോക്കി ഇങ്ങനെ വന്ന് കഴിക്കാൻ ഞാൻ അറിയാം. കണ്ടത് എന്നോടിപ്പോൾ അവർ വിളിച്ചു പോയി, ഓടി വരുന്ന ഇവിടെ ആളുണ്ടെന്നും പറഞ്ഞു. അന്നേരം അവർ വിളിക്കുന്നു, റോസമാമെന്ന് വിളിക്കുന്നു. അന്നേരം അവളും തിരിച്ച് വിളിച്ച് ചോദിക്കും സൂസിയാണോ എന്ന് ചോദിക്കും. അങ്ങനെ പിന്നോടൊപ്പം ഫയർഫോഴ്സും കാര്യങ്ങളും എല്ലാം വിളിച്ച് പെട്ടെന്നായിരുന്നു. ഇപ്പോഴും നമുക്ക് നമ്മളത് ആദ്യം കണ്ടു എന്നുള്ള നിലയിൽ എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പറയുന്നതിൻ്റെ കൂട്ട് ഈ കിണറ്റിനകത്ത് ഈ 4 മണി മുതൽ തൊട്ടടുത്ത ദിവസമായ 3:30 വരെ ഈ കിണറ്റിനകത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഭയാജനകമാണ്. പക്ഷേ ഈ പറയുന്ന ആൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഇത്രയും ഒരു ധൈര്യം കൊടുത്ത് ഈ കിണറ്റിനകത്ത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആ കിണറ്റിൽ നിന്നുള്ള 10-15 വർഷം പഴക്കമുള്ള ആ കിണറ്റിലെ വെള്ളം കുടിച്ചുകൊണ്ട് ആ ഒരു ദിവസം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്കൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ആ ഒരു ആത്മധൈര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു വിശ്വാസജനമാണ് പറയാം. പുതിയൊരു ജന്മമാണ് ആ ചേച്ചി കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബത്തിൽ തന്നെ നമ്മുടെ ഈ നാടിന് തന്നെ വളരെ ഒരു വിഷമമായിരുന്നു ആളിനെ കാണാതെ ഇരുന്ന ഒരു സാഹചര്യം. ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവരും ഇറങ്ങി ഈ പരിസരങ്ങളും കാര്യങ്ങളും എല്ലാം തിരക്കിയെങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു വേദനയായിരുന്നു. കാരണം മറ്റൊരാൾക്ക് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇതൊരു അപൂർവ നിമിഷത്തിൽ സംഭവിച്ചാണ്. ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ആ കിണറിൻ്റെ തിട്ടയിൽ ചാടി കയറി അവിടെ നിന്ന് പന്നി വീണ്ടും വന്നപ്പോൾ ഈ പറയുന്ന വിശ്വാസം, അത് താഴോട്ട് പോകില്ല എന്നുള്ള വിശ്വാസം കൂടിയാണ് ആ പട്ടിയിൽ ചവിട്ടിയത് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രീതിയിലുള്ള ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും ഈ പറയുന്ന പുറത്തൊരാളെ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അതിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഈ രാത്രിയിൽ അവിടെ എല്ലാം ടോർച്ചും എല്ലാം അടിച്ചാണ്. ആ ടോർച്ചിൻ്റെ വെട്ടമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് വിളിച്ചണക്ക് പോലും ഈ പറയുന്ന പുറത്തൊരാൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഏകദേശം 40 അടിയിൽ പുറത്ത് താഴ്ചയുണ്ട് ആ കിണറിന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യമാണ് കൃത്യമായിട്ടുണ്ടായത്. പക്ഷേ അതിനകത്തുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയമാണോ അതോ നമുക്ക് കണ്ടു എന്നുള്ള സന്തോഷമാണോ വിഷമമാണോ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആളിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. അതെന്തായാലും ദൈവാനുഗ്രഹത്താൽ അത് സാധിച്ചു.